ഹായ് ഡിയേഴ്സ്, ഈ വീഡിയോ എല്ലാവരും ഫുള്ളൊന്ന് കണ്ടു നോക്കണം. നല്ലൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഭിന്നശേഷിക്കാരിയായ തൻ്റെ ഒറ്റ ഒരു മകൾ 13 വയസ്സുള്ള തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് പിറന്നാളിന് അവളുടെ ഉപ്പ കുർമാത്തൂർ സ്വദേശി കെ ഷർഫുദ്ദീൻ നൽകിയ ഒരു അടിപൊളി സമ്മാനമാണ് കേട്ടോ ഈ വീഡിയോ. മറ്റു കുട്ടികളെ പോലെ ഷിഫ ഫാത്തിമയ്ക്ക് പുറത്തു പോയി കളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവളെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവളെ വീട്ടുമുറ്റത്ത് തന്നെ അവളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഉപ്പ അവൾക്ക് വീട്ടുമുറ്റത്ത് തന്നെ 15 സെൻറ്റിൽ 13 ലക്ഷത്തിന് ഒരു പാർക്കാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഇവരെ ഈ പിറന്നാൾ സമ്മാനം ആ മോൾക്ക് എന്തുകൊണ്ട് നല്ല തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ആ മോളെ കൂടെ കുട്ടികൾ കളിക്കാൻ വേണ്ടി വരുമ്പോൾ ആ കുട്ടികൾക്ക് ഒരു എൻജോയ്മെൻ്റ് ആവും. അതുപോലെ തന്നെ ആ കുട്ടികളുടെ കൂടെ മോള് കളിക്കുമ്പോൾ മോളും വളരെ ഹാപ്പി ആവും എന്നാണ് ആ ഉമ്മ പറയുന്നത്. ആ ഉമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ഐഡിയ തോന്നാനുള്ള കാരണമൊക്കെ. അപ്പോൾ നമ്മൾ ഈ പാർക്കിൻ്റെ പേര് ഷിഫ പാർക്ക് എന്നാണ്. അപ്പോൾ ഉദ്ഘാടനം എന്ന് പറയുന്നത് 8-ാം തീയതിയാണ് ഇതിന് ഉദ്ഘാടനം വെച്ചിട്ടുള്ളത്. അതിൻ്റെ തലേ ദിവസം ഞാനൊന്ന് പോയി ഇതിൻ്റെ വീഡിയോ എടുത്തതാണ്. ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനത്തിൻ്റെ ഒന്ന് നാളെ ഞാൻ ഇവിടെ പോയിട്ട് ആ ഉദ്ഘാടനത്തിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ആ ഉദ്ഘാടനത്തിൻ്റെ ഒന്ന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഷിഫമോളെ ഉപ്പ എഴുതിയ പാട്ട് ഷിഫമോളെ ഉമ്മ പാടുന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്കൊന്ന് നമ്മളെ ഷിഫമോളെ കണ്ടു നോക്കിയാലോ. അവളിതാ ഇതിൽ കളിക്കുകയാണ്, ഇങ്ങനെ ട്യൂണൊക്കെ ചെയ്ത് മ്യൂസിക്കൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മ്യൂസിക്. അപ്പം ബാക്കി ഇങ്ങനെ ഒരു ഐഡിയ തോന്നാനും ഇങ്ങനെ ഒരു പാർക്ക് സെറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ അവൾ ഉമ്മ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ചെയ്യാനുള്ള ഐഡിയ ഫസ്റ്റ് ഞാൻ ഇവിടെ എല്ലാ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. സാധാരണ പിള്ളേരുടെ സ്കൂളിൽ നിന്ന് നല്ല ആഘോഷമാക്കുന്നുണ്ട്. അപ്പൊ ആ സ്കൂളിൽ നിന്ന് മാറി ഇപ്പൊ കുർമാത്തൂരായിരുന്നു. അപ്പൊ കുറച്ചുനാൾ പോയിട്ട് പിന്നെ നമുക്ക് പോകാനുള്ള ഒരു തോന്നി. അപ്പൊ ഞാനിങ്ങനെ ഇപ്പിച്ചോട് പറഞ്ഞു, ഇപ്പിച്ചു തന്നെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഇപ്പൊ പുതിയ ബഡ് സ്കൂളിൽ എടുത്തോണ്ടിരുന്നത്. അപ്പം ബഡ് സ്കൂളിൽ നമുക്ക് മക്കളെ വിട്ടിട്ട് ഫുഡെല്ലാം കൊടുത്ത് അവിടെ പോയി ആഘോഷിക്കാന്ന് എന്റെ മനസ്സിൽ തോന്നി. പക്ഷെ എന്റെ ഇപ്പിച്ചിയുടെ സ്വഭാവം തന്നെ ഞാൻ ആഗ്രഹം പറഞ്ഞ ഇരട്ടി മധുരമായിട്ട് ചെയ്തു തരും. ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങനെയല്ല, എന്റെ ആഗ്രഹത്തിനൊക്കെ വേറെ ആയിട്ട് ചെയ്തു തരും. അങ്ങനെ എന്നോട് പറഞ്ഞാൽ നമുക്കെന്നാ എല്ലാ മക്കളെയും കളിക്കാം. അതിന് ഏറ്റവും നല്ല ഒരു പാർക്കാണ്. ഇവിടെ ഉള്ള മക്കൾ എന്താണ് ദിവസവും വരും മോളെ കാണാനും. പക്ഷെ വന്നാലും അവർക്ക് ഒത്തിരി സമയം നിൽക്കാൻ മോള് കളിക്കുന്നില്ലല്ലോ. പാർക്കാവുമ്പോ അങ്ങനെ മക്കൾ നിൽക്കും കുറേ സമയം കഴിഞ്ഞിട്ട് നമുക്ക്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഐഡിയ ഇച്ചിയുടെ മനസ്സിൽ വന്നു. അല്ല മോൾക്ക് വേണ്ടിയാണല്ലോ നമുക്ക് ഇതെല്ലാം സാമ്പത്തികമായിട്ട് ഐശ്വര്യം തരുന്ന മോളെ കൊണ്ടാണല്ലോ. അല്ലാതെ നമുക്ക് ഈ മോളെ കൊണ്ടാണല്ലോ ഉണ്ടായതല്ലോ. അത് മോൾക്ക് വേണ്ടിയാണല്ലോ. ജനിച്ചതിന് ശേഷമാണ് ഞങ്ങള് സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം മോളെ കൊണ്ടാണ്. നമുക്ക് സ്വർഗം കിട്ടാനായിട്ട് കിട്ടിയ പൊന്നുകളാണ്. 13 വയസ്സായി. പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് വലിയൊരു ആഘോഷമാക്കി എല്ലാ മക്കൾക്കും ഈ വരുന്ന മക്കൾക്കും ഫുഡെല്ലാം കൊടുത്ത് നല്ല ഇതായിട്ട് നോക്കാം. പിന്നെ ഇവിടെ ദിവസവും മക്കൾ വരും, പക്ഷെ വന്നാലും അത് വേഗം പോകും. കാരണം മോളിങ്ങനെ വെറുതെ ഇരുന്ന് മോള് കളിക്കുന്ന ആ മക്കൾക്കും ഒരു ഹാപ്പി ആവണ്ടേ. ഇത്രയും മോളെ കൂടെ നിൽക്കുന്ന മക്കളല്ലേ, അപ്പൊ അവർക്കും ഒരു ഹാപ്പി ആവണ്ടേ. അപ്പൊ ഇതൊരു നല്ല ഐഡിയ. കുട്ടികളാവുമ്പോ ഇവിടുന്ന് കളിക്കുമ്പോ ഇവർക്കും അത് കണ്ടൊരു ഹാപ്പി അവരുടെ കൂടെ കളിക്കാനോ. എത്തിച്ച് പറഞ്ഞു നമുക്ക് നമ്മുടെ മക്കളെല്ല അല്ലെങ്കിലും മക്കളോട് ഭയങ്കര സ്നേഹമാണ്. ഇക്കിച്ചിക്ക് ഭയങ്കര സ്നേഹം. ഇവിടെയുള്ള മക്കൾക്ക് ഷർഫുക്കാന്ന് വെച്ചാൽ ജീവനാണ്. ഓരോ പെരുന്നാൾ അങ്ങനത്തെ അതെല്ലാം വന്ന് എല്ലാവരും വരുമ്പോൾ മിഠായി എല്ലാം കൊടുക്കലും ഭയങ്കര ആഘോഷമായിരിക്കും. വീഡിയോ എല്ലാം പിടിക്കും മക്കളെല്ലാം. മോൾ ഏറ്റവും ഹാപ്പി ആവുന്ന ഈ മക്കള് വരുമ്പോ. എത്ര സ്കൂളിൽ പോയാലും അവിടെ ഞാനും കൂടെ പോയിരിക്കും. പക്ഷെ മോളൊരു എത്ര പുല്ലാഞ്ഞോട് സ്കൂളിൽ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ ഈ പാർക്കിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ആരാന്നറോ? ഇരു കൈകളും ഇല്ലാത്ത ഗിന്നസ് റെക്കോർഡ് നേടിയ അസീം വെളിമണ്ണിയാണ് കേട്ടോ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടെ നല്ല അടിപൊളി ചെറിയ മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോ ഈ പാർക്കിൽ നിന്ന് വേണമെങ്കിൽ വാങ്ങി മേടിച്ചത് തിന്നാം.